സുഹൃത്തുക്കളെ, അപ്പോൾ നമ്മൾ ആറ്റിങ്ങലോട്ട് പോകുന്ന വഴി, വർക്കല എന്ന് ആറ്റിങ്ങലോട്ട് പോകുന്ന വഴിക്ക് ഒരു സംഭവം കണ്ടു. ഇതാ കണ്ടോ, ഒരു അച്ചാറ് കട. അങ്ങനെ ഒരു നമ്മൾ ഈ വഴിയരികിൽ ഇങ്ങനെ അമ്മമാരൊക്കെ വെച്ചുകൊണ്ടിരിക്കുന്ന കണ്ടിട്ടുണ്ട്. ഒരു ഷോപ്പായിട്ട് തന്നെ കാണുന്നത് ആദ്യമായിട്ടാണ്. ഒരു കൗതുകം തോന്നി, അത് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് നിർത്തിയതാണ്. നമുക്കിനി കടയുടെ അങ്ങോട്ട് പോയിട്ട് കാഴ്ചകൾ കാണാം. അപ്പോൾ ഇതാണ് ഈ കടയുടെ ഓണർ. എന്തുവാണ് കടയുടെ പേര്? ടേസ്റ്റി അച്ചാർ എന്നാണ് ഈ ഒരു ഷോപ്പിന്റെ പേര്. ചേട്ടൻ്റെ പേരെന്തുവാ? അസീഖ്. ചേട്ടാ, ഇത് എത്ര നാളായി ഇത് തുടങ്ങിയിട്ട്? 3 വർഷം ആവുന്നുണ്ട്. ഇപ്പൊ എന്താണ് ഇങ്ങനെ ഒരു അച്ചാർ, ഇങ്ങനെ ഒരു കട തുടങ്ങാമെന്ന് തോന്നിയത്? ഒരു വെറൈറ്റി ആയി. ഓക്കെ. ഇവിടെ ഏറ്റവും കൂടുതൽ മൂവ് ചെയ്ത് ഏറ്റവും കൂടുതൽ വിൽക്കുന്ന എല്ലാം പോവല്ലേ? അപ്പൊ ഇവിടുത്തെ റേറ്റ് ഒക്കെ എങ്ങനെയാണ് ചേട്ടാ? ഓരോന്നും 60 രൂപ, 70, 100, 150, 200, 500 അങ്ങനെ. മീനിന്റെ ഒക്കെ അച്ചാറാകുമ്പോഴത്തേക്ക് അതനുസരിച്ച് മീനിന്റെ ഒക്കെ വില കൂടും. ഇത് മാങ്ങ ഉണ്ട്, ജാമ്പയ്ക്കുണ്ട്, കാരക്കയുണ്ട്. ഈ കാരക്കയുടെ ഇതൊക്കെ സീസൺ ആണോ? ഇപ്പൊ സീസൺ ആവുന്ന സമയത്ത് നമ്മൾ കളക്ട് ചെയ്ത് വെക്കും. അതെ. ക്യാരറ്റ് ഉണ്ട്, ബീട്രൂട്ട് ഉണ്ട്, ലൗലോലിക്കുണ്ട്, കാന്താരി മുളകുണ്ട്, കാട്ടിനെല്ലിക്കുണ്ട്. കാട്ടുനെല്ലിക്കയോ? സാധാ നെല്ലിക്ക, വലിയ നെല്ലിക്ക. അതുകൊണ്ട് പുളിഞ്ചിക്കുണ്ട്, മാങ്ങാച്ചാറുണ്ട്, അടമാങ്ങ ഉണ്ട്, നെല്ലിക്ക അച്ചാറുണ്ട്, ചൂര ഉണ്ട്. അങ്ങനെ എല്ലാ വെറൈറ്റി അച്ചാറുകളും ഉണ്ട്. ഓക്കെ. കാരക്ക അച്ചാർ കഴിച്ചു. ഇത് കണ്ടോ? ഓക്കെ. ഇത് കണ്ടോ കാരക്ക അച്ചാർ? ഇതിനൊന്നും പ്രത്യേകം അഭിപ്രായങ്ങൾ പറയേണ്ട കാര്യമില്ലല്ലോ. സൂപ്പറാണ്. എല്ലാം ഇതാക്കി വെച്ചേക്കുന്നതാണല്ലേ? അച്ചാറാക്കി വെച്ചേക്കുന്ന ചമ്മന്തി പൊടിയാണോ ഇത്? ഇത് എത്ര നാള് കേടുകൂടാതെ ഇരിക്കും? ഉപ്പിലിട്ട് വെച്ചേക്കുന്നുണ്ട്. 6 മാസം വരെ ഇരിക്കും. ചേട്ടൻ ഇത് ഒറ്റയ്ക്കാണോ ചെയ്യുന്നത്? വൈഫും കൂടെയാണ് ഇത് ചെയ്യുന്നത്. ഇവിടെ ഇത് മാത്രമേ ഉള്ളൂ? വേറെ എന്തൊക്കെയുണ്ട്? മാത്രം തന്നെ. ഓക്കെ. അപ്പൊ ഇവിടെ തന്നെ മോരും ഉണ്ട്. നമുക്ക് അതും കൂടെ ടെസ്റ്റ് ചെയ്തിട്ട് നമുക്ക് ഇവിടെ നിന്ന് പോവാം. നല്ല തണുത്ത മോര്, നല്ല എരിവുണ്ട്. ഈ കറക്റ്റ് ലൊക്കേഷൻ ഒന്ന് പറഞ്ഞു കൊടുക്കോ? ഇത് വർക്കല-കവലയൂർ മണനാക്ക് റോഡാണ്. ഓക്കെ. 2 വഴിയുണ്ട്. ഇത് വർക്കലയിൽ നിന്ന് നേരെ കവലയൂർ മണനാക്കി പോകുന്ന റോഡ്. ഓക്കെ, ശരി. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ഒരു വഴി പോകുമ്പോൾ ഈ ഒരു കടയിലോട്ട് കയറാൻ മറക്കണ്ട. ടേസ്റ്റി അച്ചാർ. അപ്പോൾ ചേട്ടന്മാരോട് ടാറ്റ പറഞ്ഞ് നമ്മൾ പോവുകയാണ്.